മാങ്കൂട്ടത്തെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ കോൺഗ്രസിന്റെ വർക്കിംഗ് മെമ്പർ ആയിരിക്കുമ്പോഴും തരൂർ പറഞ്ഞിട്ടില്ല. വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരിൽ 36 പേരിൽ 35 പേരും മാങ്കൂട്ടം വിഷയത്തിൽ നിലപാടറിയിക്കുമ്പോഴും തരൂറിന് മാത്രം ഇതൊന്നും ബാധകമല്ലേ എന്ന ചോദ്യം ഉയരുന്ന നിമിഷത്തിലാണ് തരൂർ തനിക്ക് മുഖ്യമന്ത്രി കസേര വേണ്ട എന്ന് പറഞ്ഞെത്തിയത്. മുഖ്യമന്ത്രി ആകേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പല നേതാക്കന്മാരും മനസ്സിൽ ലഡ്ഡു പൊട്ടിയെങ്കിലും മറ്റൊരു കസേര വേണമെന്നാണ് തരൂരിന്റെ ആവശ്യം. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം സംസ്ഥാനം രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള ഒരു നേതാവ് തന്നെയാണ് തരൂർ. ഇപ്പോഴിതാ കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ആഗ്രഹമുണ്ട് എന്നാണ് തരൂർ പറയുന്നത്. ഇതിനായിട്ട് നിക്ഷേപ സംരക്ഷണ നിയമം പാസാക്കണമെന്നും തരൂർ നിർദ്ദേശിച്ചു. ദ ഇക്കണോമി ടൈംസ് ദിനപത്രത്തിലെ ലീഡേഴ്സ് ഫോറം പരിപാടിയിലാണ് തരൂറിന്റെ ഈ പ്രസ്താവന എത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിനാണ് കേരളത്തെ നിക്ഷേപ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ നേതൃത്വം നൽകാം എന്ന മറുപടി തരൂർ നൽകിയത്. ഹർത്താൽ നിരോധിക്കണമെന്നും സംസ്ഥാനത്തെ 90% നിയന്ത്രണങ്ങൾ എടുത്തു കളയണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. നിക്ഷേപത്തിനായി വരുന്നവർക്ക് രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും തൊഴിലാളി സംഘടനകളെയും ഭയക്കുന്ന സാഹചര്യം ഇല്ലാതാക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കൂടാതെ കേരളത്തിലെ UDF അധികാരത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന് സർവേ ഫലം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ പോലും ശശി തരൂരിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതാണ്. അതിന് പിന്നാലെയാണ് തരൂർ ഇപ്പോൾ നിലപാടിൽ വ്യക്തത വരുത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു സ്ഥാനവും താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് തരൂരിന്റെ മറുപടി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ തന്നെയാണ് തന്റെ പേര് മുന്നോട്ട് വെച്ചത്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു ആ നീക്കം നടത്തിയതെന്നും തരൂർ പറഞ്ഞു. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കണം, ഹർത്താൽ നിരോധിച്ച നിക്ഷേപക സംരക്ഷണ നിയമം പാസാക്കണം, ഇതിന്റെ നേതൃത്വം നൽകാനാണ് താൻ തയ്യാറെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഒരുപക്ഷെ ഈ തരൂർ ഉണ്ടാക്കിയ വലിയ പടലപ്പിടക്കുകളും അതിന് പിന്നാലെ ഉണ്ടാക്കിയ പുകലുകളും ഒക്കെ ആയിരുന്നു മാങ്കൂട്ടം വിഷയത്തിന് മുൻപൊക്കെ കോൺഗ്രസിനെ പിടിച്ചു ഉലച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തരൂർ ഒന്ന് ഒതുങ്ങിയ മട്ടാണ്. വോട്ട് ചോറി എന്ന ആറ്റം ബോംബ് രാഹുൽ ഗാന്ധി ഒരു അത്താഴി വിരുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പൊട്ടിച്ചതോടെ തരൂർ കോൺഗ്രസിന്റെ വഴിക്ക് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. പാർലമെന്റ് വളപ്പിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്ലക്കാർഡുമായി തരൂർ നിലയുറപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. തരൂർ വരുത്തിക്ക് വരുമ്പോൾ ഒരു പരിധിവരെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ആശ്വാസമാണ് എന്ന് തന്നെ പറയണം.